കർണാടകയിൽ ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കാൻ പോവുകയാണ്. DK ശിവകുമാർ മുഖ്യമന്ത്രിയായേക്കുമെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നിലവിലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയാണ് ഇത് സംബന്ധിച്ച സൂചന പുറത്തുവിട്ടത്. ഉപമുഖ്യമന്ത്രി ശിവകുമാറുമായി അധികാരം പങ്കിടൽ കരാർ ഉണ്ട് എന്ന് കഴിഞ്ഞ ദിവസം സിദ്ധരാമയ്യ അംഗീകരിച്ചിരുന്നു. ഇത് സംബന്ധിച്ച മുൻകാലങ്ങളിൽ പ്രതികരിച്ച രീതിയിൽ നിന്നും തീർത്തും വിഭിന്നമായാണ് സിദ്ധരാമയ്യ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. മുൻപ് അധികാരം പങ്കിടുന്നത് സംബന്ധിച്ച് ധാരണയൊന്നുമില്ല എന്നായിരുന്നു സിദ്ധരാമയ്യ പറഞ്ഞിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം താനും ശിവകുമാറും തമ്മിൽ അധികാരം പങ്കിടൽ ക്രമീകരണമുണ്ടെന്ന് അംഗീകരിക്കുകയും ഏതു മാറ്റത്തിന്റെ കാര്യത്തിലും കോൺഗ്രസ് ഹൈക്കമാൻഡ് സ്വീകരിക്കുന്ന അന്തിമ തീരുമാനം അംഗീകരിക്കുമെന്നുമായിരുന്നു സിദ്ധരാമയ്യ പറഞ്ഞത്. പാർട്ടി നേതൃത്വത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുത്താൽ താൻ തന്റെ കടമ നിർവഹിക്കുമെന്ന് ശിവകുമാറും അടുത്തിടെ പറഞ്ഞിരുന്നു. 2023 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വൻ വിജയം നേടിയതിനു തൊട്ടു പിന്നാലെയാണ് അധികാരം പങ്കിടൽ എന്ന ഫോർമുലയും ഉയർന്നു വന്നത്. സിദ്ധരാമയ്യയെ കൂടാതെ ശിവകുമാറും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സമ്മർദ്ദം ചെലുത്തിയിരുന്നു. ഇതോടെയാണ് ഹൈക്കമാൻഡ് ഇടപെട്ട് 30 മാസത്തെ അധികാരം പങ്കിടൽ ക്രമീകരണം നിർദ്ദേശിച്ചത്. ഈ വർഷം അവസാനത്തോടെ മുഖ്യമന്ത്രി പദത്തിൽ 30 മാസം പൂർത്തിയാക്കാനാണ് സിദ്ധരാമയ്യ ഒരുങ്ങുന്നത്. നേരത്തെ അധികാര കൈമാറ്റം സംബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വവുമായി ധാരണയുണ്ടെന്നും തന്റെ അവസരത്തിനായി കാത്തിരിക്കുകയാണെന്നും ശിവകുമാർ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇത് വലിയ വിവാദമായതോടെ സിദ്ധരാമയ്യയുടെ വാക്ക് അന്തിമമാണെന്ന് അറിയിച്ച ശിവകുമാർ തന്നെ രംഗം ശാന്തമാക്കുകയായിരുന്നു. ശിവകുമാറിനെ കൂടാതെ പൊതുമരാമത്ത് മന്ത്രി സതീഷ് ജാർക്കിഹോളിയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കണ്ണെറിയുന്നുണ്ട്. രണ്ടു കൂട്ടരുടെയും അനുയായികൾ മുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പിക്കുന്നതിനായി ക്ഷേത്രങ്ങളിൽ പ്രത്യേക ആചാരങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട്. അതേസമയം ഇതിലെല്ലാം ആത്യന്തികമായി ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുമെന്നാണ് സിദ്ധരാമയ്യ പറയുന്നത്. SC/ST ക്ഷേമ പരിപാടികൾക്കായി അനുവദിച്ച ഫണ്ട് ദുരുപയോഗം ചെയ്തെന്ന BJPയുടെ ആരോപണങ്ങളിലും സിദ്ധരാമയ്യ പ്രതികരിച്ചിരുന്നു. BJPയുടേത് രാഷ്ട്രീയ പ്രേരിതമായ ആരോപണങ്ങൾ മാത്രമാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. കോൺഗ്രസ് സർക്കാർ ഫണ്ട് ദുരുപയോഗം ചെയ്തെന്നും SC/ST സമുദായങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ടെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ BY വിജയേന്ദ്ര ആരോപിച്ചിരുന്നു. അതേസമയം ദിവസങ്ങൾക്ക് മുൻപ് ജയ് ബാപ്പു, ജയ് ഭീം, ജയ് ഭരണഘടന എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി കർണാടക കോൺഗ്രസ് നടത്തുന്ന ഗാന്ധി ഭാരത് കൺവെൻഷനോടനുബന്ധിച്ച് സർക്കാർ പുറത്തിറക്കിയ പരസ്യം വിവാദത്തിലായിരുന്നു. ഗാന്ധിയുടെ ദണ്ഡി യാത്രയെ അനുസ്മരിപ്പിക്കുന്ന പരസ്യത്തിൽ അദ്ദേഹത്തിനു പിന്നിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും പിന്നെ ജനക്കൂട്ടത്തെയും കാണാം. 1924 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ബലഗാവിയിൽ നടന്ന അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളന ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. പരസ്യത്തിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തി. പ്രതിപക്ഷ നേതാവ് R അശോക പരസ്യത്തിലെ ചിത്രം Xൽ പങ്കുവെച്ചുകൊണ്ട് രൂക്ഷ വിമർശനം തന്നെ നടത്തി. കഴിഞ്ഞ മാസം സമ്മേളനം നടത്താൻ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിക്കുകയും പരിപാടി തുടങ്ങുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനിടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അന്തരിച്ചതോടെ ഉപേക്ഷിക്കുകയായിരുന്നു. ഗാന്ധിയൻ മൂല്യങ്ങൾ സംരക്ഷിക്കുക, അംബേദ്കർ ഉയർത്തിപ്പിടിച്ച ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുക, ഭരണഘടന സംരക്ഷിക്കുക എന്നിവയായിരുന്നു സമ്മേളനത്തിന്റെ ലക്ഷ്യം. ഏതായാലും ഈ വിവാദങ്ങൾക്കിടെയാണ് മുഖ്യമന്ത്രി തീരുമാനം പുറത്തു വന്നിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്.